സ്വർണം കെട്ട നാൾ വഴി എന്താണ് ശബരിമല സ്വർണ്ണപ്പാളി കേസ്? ഭക്തിസാന്ദ്രമായിരുന്ന ശബരിമല കുറച്ചു കാലങ്ങളായി വിവാദ സ്ഥാനമായി മാറിയിരിക്കുകയാണ്. ശബരിമലയിൽ നടക്കുന്ന എന്ത് കാര്യവും ഇന്ന് വലിയ വാർത്തയാണ്. ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയുടെ പിന്നാലെ കേരളം കണ്ട ഏറ്റവും വലിയ വാർത്താ വിവാദ സ്ഥാനമായാണ് ഇപ്പോൾ സന്നിധാനം മാറിയിരിക്കുന്നത്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്താണ്? യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വിവാദങ്ങളും എങ്ങനെയാണ്? ശബരിമലയിലെ ശ്രീകോവിലിനുള്ളിലെ ചുമരിലെ ദ്വാരപാലക ശില്പമാണ് വിവാദങ്ങളുടെ കേന്ദ്രം. ഈ ശില്പത്തിന്മേൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും ഒപ്പമുണ്ടായിരുന്ന സ്വർണ്ണപീഠം കാണാതായതുമൊക്കെയാണ് ഈ വിവാദങ്ങളിലേക്ക് നയിച്ചത്. ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമായി ഉറപ്പിച്ചിരിക്കുന്ന 2 ദ്വാരപാലക ശില്പങ്ങളുണ്ട്. ഇവ രണ്ടും സ്വർണം പൂശിയതാണ്. എന്നാൽ ഈ ശില്പങ്ങളിൽ നിന്നും പീഠങ്ങളിൽ നിന്നുമുള്ള സ്വർണ്ണ ആവരണം മുൻകൂറായി അറിയിക്കാതെ നവീകരണത്തിനായി നീക്കം ചെയ്തതായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സെപ്റ്റംബർ 10 കേരള ഹൈക്കോടതിയെ അറിയിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കോടതിയുടെ അനുമതിയോടെ മാത്രം സന്നിധാനത്തിനുള്ളിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ കോടതിയെ അറിയിക്കാതെ പുറത്തു നടത്തി. ഇത് കണ്ടെത്തിയ കോടതി രേഖകൾ പരിശോധനയ്ക്കായി ആവശ്യപ്പെട്ടു. ഈ പരിശോധനയിൽ സ്വർണ്ണപ്പാളികളുടെ തൂക്കക്കുറവ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. 2019 സ്വർണ്ണപ്പാളികളിൽ കേടുപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി ദേവസ്വം ഈ പാളികൾ ഇളക്കിയെടുത്തത്. കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ പക്കൽ. കാരണം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വഴിപാടായി ഈ ശില്പങ്ങളിൽ സ്വർണം പൂശിയത്. എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തോടെയല്ല ഈ കൈമാറ്റം നടന്നത് എന്നുള്ള ഗുരുതര ക്രമക്കേടാണ് കോടതി കണ്ടെത്തിയത്. മാത്രമല്ല, കൊടുത്തുവിട്ട സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പാളിയെന്നാണ് ദേവസ്വം രേഖപ്പെടുത്തിയത്. 1998 വിജയ് മല്യ ഇതേപോലെ വഴിപാടായി ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു. ഇതേ ദ്വാരപാലക ശില്പങ്ങളാണ് ദേവസ്വം ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തിയത്. 2019 സെപ്റ്റംബർ 7 സ്വർണ്ണ ആവരണം വേർപെടുത്തി ചെന്നൈ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനത്തിന് അറ്റകുറ്റപ്പണികൾക്കായി അയച്ചു. തിരികെ എത്തിയപ്പോൾ ആവരണത്തിന്റെ ഭാരം കുറഞ്ഞു. കൊണ്ടുപോകുമ്പോൾ 42 കിലോ 800 ഗ്രാം ഉണ്ടായിരുന്നത് തിരികെ കൊണ്ടുവന്നപ്പോൾ 38 കിലോ 258 ഗ്രാമായി മാറി. അതായത് ഏകദേശം 4.5 കിലോ സ്വർണം. 560 പവനിൽ മുകളിൽ വരും ഇത്. ഈ കണ്ടെത്തലിനെയെല്ലാം കോടതി ചോദ്യം ചെയ്തു. എങ്ങനെയാണ് ഈ ഭാരവ്യത്യാസം സംഭവിച്ചത്? ആഗോള അയ്യപ്പ സംഗമത്തിന് അനുബന്ധമായാണ് ഈ വിവാദങ്ങൾ നടക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ഇരിക്കെയാണ് മറ്റൊരു വിവാദം ഉണ്ടാകുന്നത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ പീഠങ്ങൾ, അതായത് ഈ ശില്പങ്ങൾ ഉറപ്പിക്കുന്ന അടിയിലെ ഭാഗം, അവ കാണാനില്ല എന്ന ഒരു പുതിയ വെളിപ്പെടുത്തലുമായി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നു. വാർത്തയിൽ വീണ്ടും കോടതി ഇടപെടുന്നു. ഈ പീഠങ്ങൾ സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങി. എന്നാൽ ഇവിടെയും ട്വിസ്റ്റ്. 2025 സെപ്റ്റംബർ 28 വിജിലൻസ് ഈ സ്വർണ്ണ പീഠം കണ്ടെത്തുന്നത് പീഠം കാണാനില്ല എന്ന പരാതി നൽകിയ അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നുമാണ്. ഇതോടെയാണ് കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തിരിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിയിലായതോടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് SIT, ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ S. ശ്രീകുമാർ, മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, മുൻ ദേവസ്വം പ്രസിഡന്റ് N. വാസു, മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ, കൂടാതെ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരും ഇതുവരെ അറസ്റ്റിലായി. ഒപ്പം രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ D. മണി എന്ന വ്യക്തിയും സുഹൃത്ത് ബാലമുരുകനും ചോദ്യം ചെയ്യലിനും ഹാജരായി. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു സജീവ വിഷയമായി വീണ്ടും മാറിയിരിക്കുകയാണ് ശബരിമല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയാകുന്നു. സ്വർണം കെട്ടത് ആരപ്പ എന്ന പാരഡി ഗാനവും വലിയ വിവാദമായി. വിവാദങ്ങൾ ഉയരുമ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്നില്ല. അന്വേഷണങ്ങൾ തുടരുകയുമാണ്. എങ്ങനെയാണ് സ്വർണം നഷ്ടപ്പെട്ടത്? ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് ഉൾപ്പെടെ കൂട്ടുനിന്നത്? വലിയ മാഫിയയിലേക്കോ അതോ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനലുകളിലേക്കോ എങ്ങോട്ടാണ് കേസ് നീങ്ങുന്നതെന്നാണ് വരും ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കുന്നത്.